നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ള ചാനലിന്റെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. എന്നോട് നീ ക്ഷമിക്കുക. നിന്റെ സാന്നിധ്യം എനിക്ക് ആവശ്യമായിരിക്കുന്നു. ശൂന്യതയിൽ ലയിച്ചു ചേരുവാൻ ഞാൻ തയ്യാറല്ല. അതെ, ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ, നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ തന്നെ വിചാരിച്ചുകൊണ്ട് പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി ഈ വായന പൂർണ്ണമായും ഉൾക്കൊള്ളാനും കാണുവാനും ശ്രമിക്കുക. പ്രപഞ്ചശക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്, ഈ വ്യക്തി വളരെയധികം കുറ്റക്കാരനാണ് അല്ലെങ്കിൽ കുറ്റക്കാരിയാണ് എന്നുള്ള ചിന്താഗതിയോട് കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. യാതൊരു കാരണവശാലും ഈ വ്യക്തിക്ക് സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. പലതരത്തിലുള്ള പൂർവകാല നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും സംഭവ വികാസങ്ങളെക്കുറിച്ചും ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള രൂപമാറ്റങ്ങൾ ഈ വ്യക്തി ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യപ്പെടുന്നു. രൂപമാറ്റം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തിയുടെ ചിന്താഗതികൾക്കും മനസ്സിൽ വരുന്ന കാര്യങ്ങൾക്കും മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചും നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധത്തെക്കുറിച്ചും തന്നെയാണ് വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അതിന് അർഹിക്കപ്പെട്ട വ്യക്തിയാണെന്നും സ്നേഹിക്കാൻ എന്തുകൊണ്ടും യോഗ്യരായിട്ടുള്ള വ്യക്തി നിങ്ങളാണെന്നും ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഈ പേഴ്സണ് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളാണ് നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ സ്നേഹത്തെയാണെങ്കിലും ഈ വ്യക്തി പലപ്പോഴും ചോദ്യം ചെയ്തിട്ടുണ്ട്. സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി ഈ വ്യക്തി സംസാരിച്ചിട്ടുണ്ട്. ഈ പ്രണയബന്ധത്തിനോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ളത് ദാമ്പത്യ ജീവിതമാണെങ്കിലും പ്രണയബന്ധമാണെങ്കിലും ഈ ഒരു ബന്ധത്തിനോട് 100% നിങ്ങൾ നീതി പുലർത്തിയിട്ടുള്ളതുപോലെ ഈ വ്യക്തിക്ക് നീതി പുലർത്തുവാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല. പല രീതിയിലും ഈ വ്യക്തി മാറി നിൽക്കുവാനാണ് ശ്രമിച്ചിട്ടുള്ളത്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ മണ്ടത്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ വ്യക്തി തന്നെയാണ്. ഇവിടെ ഈ വ്യക്തിക്ക് ഏതാനും ചില കാലക്കേടായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ ആ കാലക്കേട് അല്ലെങ്കിൽ മോശപ്പെട്ട സമയത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. കാലക്കേടായതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളാണെങ്കിലും ഈ വ്യക്തി പോയി കൂട്ടുകൂടുന്ന വ്യക്തികളാണെങ്കിലും അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരുമിച്ച് പോകുന്ന ഈ വ്യക്തിയുടെ കൂടെയുള്ള റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അതുപോലെ കൂട്ടുകാരായിക്കോട്ടെ, ബന്ധുമിത്രാദികൾ ആരുമായിക്കോട്ടെ, അവര് അത്രത്തോളം പോസിറ്റീവ് ആയിരുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ പ്രണയബന്ധത്തിൽ ഈ വ്യക്തി ഉണ്ടാക്കിയിട്ടുള്ള പാളിച്ചകൾ തന്നെയാണ്. പാളിച്ചകൾ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു പാളിച്ചകളല്ല. അത് നിങ്ങളുടെ ഹൃദയത്തെ കീറി മുറിച്ച് കളയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഇവിടെ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഈ വ്യക്തി എന്ത് കാരണം കൊണ്ടും അല്ലെങ്കിൽ എന്ത് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടും എന്തും ത്യജിച്ചുകൊണ്ടും പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്നുള്ള ചിന്താഗതിയാണ് ഈ വ്യക്തിയെ ഇപ്പോൾ ഓരോ നിമിഷവും ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതും. കാരണം ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ തന്നെയാണ്. അതിൽ നിന്നും നിങ്ങൾക്കൊരിക്കലും മോശക്കേടുകൾ വരില്ല എന്നുള്ളത് ഈ വ്യക്തിക്കറിയാം. അതിന്റെ തിരിച്ചടിയായി ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്നതും പ്രശ്നങ്ങൾ നേരിടുവാൻ പോകുന്നതും ഈ വ്യക്തി തന്നെ ആയിരിക്കും എന്നുള്ള സത്യം ഈ വ്യക്തി തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശാപമോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ചതിന് കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷയോ ലഭിക്കും എന്നുള്ള മനസ്സോടെയാണ്, പേടിപ്പെടുത്തുന്ന ചിന്താഗതിയോട് കൂടിയാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് വിധേനയും എങ്ങനെയെങ്കിലും ഈ ഒരു ശാപത്തിൽ നിന്നും ഈ ഒരു വേർപിരിയലിൽ നിന്നും പുറത്തേക്ക് കടക്കുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി ആദ്യമൊക്കെ വിചാരിച്ചിട്ടുള്ളത്, നിങ്ങൾ എന്തുകൊണ്ടും ഈ വ്യക്തിയുമായിട്ടുള്ള പ്രണയബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അർഹിക്കപ്പെട്ടവരല്ല എന്ന്
എന്നാണ് ഈ വ്യക്തി വിശ്വസിച്ചിരുന്നത്. അത് പലപ്പോഴും നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങളെ യാതൊരു തരത്തിലും വില തരാതെയാണ് ഈ വ്യക്തി പെരുമാറിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ നിങ്ങൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിലൂടെ ഒരുപാട് മാനസിക വിഷമങ്ങൾ, തീവ്രതകൾ എല്ലാം അനുഭവിച്ചിട്ടുള്ളത് നിങ്ങൾ മാത്രമാണ്. കാരണം നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഈ വ്യക്തിയെ ഉപേക്ഷിച്ചിട്ട് പോകാൻ നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് എന്ത് സഹിച്ചിട്ടായാലും ക്ഷമിച്ചിട്ടായാലും വേണ്ടില്ല, ഞാൻ ഇതുമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള ഉറച്ച തീരുമാനമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. പക്ഷെ ഈ വ്യക്തി ഒരുപക്ഷെ നിങ്ങളോടൊരു ചതി ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ എല്ലാം തന്നെ ഒരു ചോദ്യം ഉത്തരം അല്ലെങ്കിൽ ശിക്ഷാവിധിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എന്തു തന്നെയായാലും നിങ്ങളുടെ ക്ഷമ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സറിഞ്ഞിട്ടുള്ള ഒരു ക്ഷമ തന്നെയാണ്, ക്ഷമ കൊടുക്കുന്നതാണ്. സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ വ്യക്തി ഇപ്പോൾ ഓരോ ദിവസവും എണ്ണി എണ്ണി കഴിയുന്നത്. നിങ്ങളുടെ സാന്നിധ്യമാണ് ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഈ വ്യക്തി നേടിയിരിക്കുന്നു, പല കാര്യങ്ങളിലേക്കും ഈ വ്യക്തി ആകർഷിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ പല കാര്യങ്ങളും നേടിയെടുത്തെങ്കിൽ പോലും അവിടെ നിങ്ങളുടെ സാന്നിധ്യമില്ലായ്മ ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് പറ്റിയ അബദ്ധങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. അതൊരു പക്ഷെ പുതിയ സൗഹൃദ ബന്ധങ്ങളായിരിക്കാം, നല്ല വഴികാട്ടികളായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് സ്വന്തമായി തിരിച്ചറിവ് വന്നിട്ടുള്ള ഒരു സാഹചര്യവും ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള മുറിവുകൾ എങ്ങനെയെങ്കിലും, തെറ്റുകളും മുറിവുകളും എങ്ങനെയെങ്കിലും ഹീല് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ്. ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാനാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം പുറകിലേക്കാണ് ഈ പേഴ്സൺ നോക്കിക്കൊണ്ടിരുന്നത്. പണ്ട് നടന്നു പോയ കാര്യങ്ങൾ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഭാഗത്തുണ്ടായ തെറ്റുകൾ. പക്ഷേ ഇവിടെ തീർത്തും അത് ചിന്തിച്ചിരുന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ, ഈ ഒരു കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കണ്ടേ എന്നുള്ള ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രണയബന്ധത്തിൽ ഇത്രയും കാലം ഉണ്ടായിട്ടും ഇതിനെ പുതുക്കിയെടുക്കുവാനോ നല്ല രീതിയിൽ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനോ ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ മാത്രമാണ്. പക്ഷെ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിയാക്ഷൻ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഈ വ്യക്തിയുടെ സാന്നിധ്യമില്ലായ്മ തന്നെയായിരുന്നു. പക്ഷെ അതിൽ നിന്നുമൊക്കെ നിങ്ങൾ പുറത്തേക്ക് കടന്നതായി നമുക്കിവിടെ കാണാം. സ്വന്തമായിട്ടുള്ള ജീവിതം നിങ്ങൾ അതുമായി തന്നെ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ ഒറ്റക്കുള്ള ജീവിതത്തിലും സന്തോഷമാണ്. പക്ഷേ അപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സ് ആകെ തകർന്നും പോയിരിക്കുന്നു. കാരണം ഈ വ്യക്തിക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനാകുന്നില്ല. ഒരുപക്ഷെ ഈ വ്യക്തി അനാവശ്യമായി പ്രോത്സാഹിപ്പിച്ച് ഓരോ തെറ്റുകൾ ചെയ്യിപ്പിക്കുകയും മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ള മോശപ്പെട്ട വ്യക്തികളോ സൗഹൃദങ്ങളോ ഇന്ന് ഈ വ്യക്തിയുടെ കൂടെയില്ല. അത് നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ പരാജയവും ഒറ്റപ്പെടലുകളും. ഈ ഒറ്റപ്പെടലിനെ എങ്ങനെയെങ്കിലും അഭിമുഖീകരിക്കാനും മറികടക്കുവാനും ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. അതിനായി ഈ പേഴ്സൺ മാനസിക സ്വാതന്ത്ര്യത്തെയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനായി സ്വാതന്ത്ര്യം കിട്ടുകയും മനസ്സിന് സമാധാനം കിട്ടുന്നതുമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോകാനാണ് ഈ വ്യക്തി ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. ഒരുപക്ഷെ ഇത്രയും പ്രശ്നങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ മാറി നിൽക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ ജോലിക്ക് പോകുന്ന വ്യക്തിയാണെങ്കിൽ അത് ചെയ്യുന്നുണ്ടാവില്ല. പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് മാറ്റിവെച്ചിട്ടുണ്ടാകും. ഒറ്റയ്ക്കിരിക്കാനും മാനസിക സ്വാതന്ത്ര്യമാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷെ അവിടെ നിങ്ങളുടെ സാന്നിധ്യവും ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട്. കാരണം നിങ്ങളില്ലാതെ ഈ വ്യക്തി ഒന്നുമല്ല എന്നുള്ള ചിന്താഗതി, തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പേഴ്സൺ തന്നെയാണ് തെറ്റുകാരൻ അല്ലെങ്കിൽ തെറ്റുകാരി എന്നുള്ള ചിന്താഗതിയാണ്, തിരിച്ചറിവാണ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ ഈ പ്രണയബന്ധത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് യാതൊരു തരത്തിലും വിലയിരുത്തലോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ആകാംക്ഷയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഈ പ്രണയബന്ധം മുന്നോട്ട് പോയിക്കോളും, എങ്ങനെ പോയാലും എനിക്കെന്താണ് എന്നുള്ള ചിന്താഗതിയായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഒരു കൈക്കുഞ്ഞിനെ തൻ്റെ കൈകളിൽ ഏന്തിക്കൊണ്ട് അതിനൊന്നും പറ്റാതെ സൂക്ഷിച്ച് പരിപാലിച്ച് കൊണ്ട് നടക്കുന്നത് പോലെയുള്ള ഒരു മനോഭാവമാണ് ഈ വ്യക്തിക്ക് നിങ്ങളെയും ഈ പ്രണയബന്ധത്തെയും നോക്കിക്കാണുന്നത്.
അപ്പൊ അതുകൊണ്ട് ഇത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മാറ്റം തന്നെയാണ്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയും കൂടിയാണ്. ഇതാണ് ഇന്നത്തെ വായന നമുക്ക് ലഭിച്ചിട്ടുള്ള ഊർജം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പേഴ്സണൽ റീഡിംഗ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവരെ അറിയിക്കുന്നതായിരിക്കും. കമന്റ് ബോക്സിൽ പുതുതായി വന്നിരിക്കുന്ന ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ചാനലും വായനയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.